വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആസ് എ ലാംഗ്വേജ് നമ്മൾക്ക് അത്ര പരിചിതമല്ലാത്തൊരു ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മലയാളം സംസാരിക്കുന്ന പോലെയല്ല നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു എന്താ പറയുക, വേർഡ് ഓർഡർ, സെന്റൻസ് സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. എങ്ങനെയാണ് ഡിഫറെൻ്റ് ആകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഞാൻ തന്നിട്ടുള്ളത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇസ് ഓൾ അബൌട്ട് ദാറ്റ് വേർഡ് ഓർഡർ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷിന്റെ വേർഡ് ഓർഡർ ആണ് നിങ്ങൾ ഈ കാണുന്ന സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെന്റൻസ് നമ്മൾ എടുക്കണം. എന്താണ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. സെന്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗിവ്സ് എ കംപ്ലീറ്റ് തോട്ട്. മുഴുവനായിട്ടുള്ള ഒരു ഐഡിയ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, കുറെ വാക്കുകളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സെന്റൻസ് എന്ന് പറയുക. അതിന് കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. അത് ഉണ്ടാക്കുന്നതിന്, സെന്റൻസ് ഉണ്ടാക്കുന്നതിന് ഇത്ര യൂണിറ്റ് വേണം, അങ്ങനെ കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് അതിന്റെ ഒരു ഓൾ ടുഗെദർ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇംഗ്ലീഷിന്റെ ഒരു വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ആദ്യം എന്ത് വരും? സബ്ജക്റ്റ് വരും, അതിനുശേഷം വേർബ് വരും, അതിനും ശേഷമാണ് ഒബ്ജക്റ്റ് വരിക. ഓക്കെ, ഇനി ഇതേപോലെയാണോ ഇംഗ്ലീഷിലുള്ള പോലെ തന്നെയാണോ മറ്റുള്ള ലാംഗ്വേജസിൽ എന്ന് നമുക്ക് അറിയണം. അതിലേക്ക് നമുക്ക് ഡിസ്കഷൻസ് കൊണ്ടുപോകാം. ഫസ്റ്റ്, എല്ലാ സെന്റൻസിലും 3 പാർട്ടുകൾ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, 3 parts. എവറി സെന്റൻസസ് 3 parts. അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതൊക്കെ ആയിരിക്കാം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ബാക്കിൽ വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഇസ് സബ്ജക്ട്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. എന്താണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, നമ്മുടെ പ്ലസ് വണ്ണിലുള്ള സബ്ജക്റ്റ് അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റാണ്, മാത്സ് ഒരു സബ്ജക്റ്റാണ്, അക്കൗണ്ടൻസി ഒരു സബ്ജക്റ്റാണ്, അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുന്ന ആളിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയാം. എ പേഴ്സൺ ഓർ തിങ്, ഒരാളാവാം, ഒരു കാര്യമാവാം, ഡസ് ദി ആക്ഷൻ. ഓക്കെ, അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഏതെങ്കിലും എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവൻ ബിരിയാണി കഴിക്കുകയാണ് എന്ന് പറയാം. അവൻ ബിരിയാണി കഴിക്കുകയാണ്. ആരാണ് ബിരിയാണി കഴിക്കണേ? അവനാണ് ആക്ഷൻ ചെയ്യുന്നത്. ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ് ആക്ഷൻ. ആരാ ചെയ്യുന്നത്? അവൻ. അപ്പൊ അവനാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ തന്നൊരു എക്സാമ്പിൾ ആണ്. ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, ഒന്ന് എക്സാംപ്ലിഫൈ ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് വാട്ട് സബ്ജക്റ്റ് ഇസ്. മൂവിങ് ഫോർവേഡ്, വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ആക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വേർബ് എന്ന് പറയാം. ഓക്കെ, ഏതൊരു ആക്ഷനും ആയിക്കോട്ടെ. ഇപ്പൊ നേരത്തെ ബിരിയാണി, അവൻ തിന്നുന്ന ബിരിയാണിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ, അതിലെന്താണ് ആക്ഷൻ എന്ന് പറയുന്നത്? കഴിക്കുക എന്നുള്ളതാണ് ആക്ഷൻ അല്ലെ? അവിടെ എന്താണ് ആക്ഷൻ? കഴിക്കുക എന്ന് പറയുന്നതാണ്. അപ്പം വേർബ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഏതൊരു ആക്ഷൻ ആണോ സംഭവിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ആക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വേർബ് എന്ന് പറയാം. ഓൾറൈറ്റ്, ഇനി മൂന്നാമത്തെ പാർട്ടാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഭവം വളരെ സിമ്പിൾ ആണ്. ഈ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ, അതായത് സബ്ജക്റ്റ് ആയിട്ടിരിക്കുന്ന ആള് ചെയ്യുന്ന ആക്ഷൻ അനുഭവിക്കുന്ന ആളിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, പേഴ്സൺ ഓർ തിങ് ദാറ്റ് റിസീവ്സ് ദി ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷന്റെ ഫലം അനുഭവിക്കുന്ന ആളെന്ന് ആലോചിച്ചാൽ മതി. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഓരോന്നിന്റെയും സെന്റൻസ് സ്ട്രക്ചർ, വേർഡ് ഓർഡർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇംഗ്ലീഷിന് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഒരു സെന്റൻസ് തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം അങ്ങനെ തന്നെയാണോ വരുന്നത് എന്നുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു സെന്റൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതും. നോക്കിക്കോളൂ. ഇവിടെ ഷീ എയ്റ്റ് മാംഗോ. എന്താണ് ഇതിന്റെ അർത്ഥം വരിക? അവൾ മാങ്ങ കഴിച്ചു അല്ലെ? ഒരു പെങ്കൊച്ചുണ്ട് അവിടെ, അവൾ എന്ത് ചെയ്തു? മാങ്ങ കഴിച്ചു. അതാണ് സെന്റൻസിന്റെ മീനിങ് വരുന്നത്. ഇവിടെ ഷീ എന്ന് പറയുന്ന ആളാണ് ആക്ഷൻ ചെയ്തത്. അപ്പൊ അവളെ നമുക്ക് സബ്ജക്റ്റ് എന്ന് പറയാം. ഇവിടെ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8 എന്ന് പറയുന്നത് എന്താണ്? 8 ആണോ? അല്ല, ഈറ്റിന്റെ V2 ഫോം ആണ് 8 എന്ന് പറയുന്നത്. വേർബിന് V1, V2, V3 അങ്ങനെ പല ഫോംസ് ഉണ്ടല്ലോ. ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വേർബിന്റെ ഈറ്റ് എന്ന് പറയുന്ന വേർബിന്റെ V2 ഫോം, പാസ്റ്റ് ടെൻസിലുള്ള ഫോം ആണ് 8 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കഴിച്ചു എന്നാണ് അതിന്റെ മീനിങ് വരിക. സോ ഇതെന്താണ്? വേർബ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് മാംഗോ ആണ്. ആരെയാണ് കഴിച്ചത്? ആർക്കാണ് കടി കിട്ടിയത്? മാങ്ങയ്ക്കല്ലേ? അപ്പൊ മാങ്ങയാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ബേസിക്കലി സ്പീക്കിംഗ്, ഇംഗ്ലീഷിന്റെ സബ്ജക്ട് സെന്റൻസ് സ്ട്രക്ചർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേർഡ് ഓർഡർ, ബേസിക് വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്.
ഓക്കെ, ഇത് ഇംഗ്ലീഷിന്റെ കേസാണ്, മറക്കരുത്. ഇനി നമ്മുടെ മലയാളം അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മലയാളം മദർ ടങ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്യുക ആണെങ്കിൽ ഇൻ മലയാളം വി സേ അവൾ മാങ്ങ കഴിച്ചു. ഓക്കെ, ഇതേ സെന്റൻസ് തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് എടുത്തിരിക്കുന്നത്. ഷീ എയ്റ്റ് മാംഗോ എന്നുള്ളതിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ്, അവൾ മാങ്ങ കഴിച്ചു. ഇവിടെ ഷീ എന്ന് പറയുന്നതല്ല എന്നുണ്ടെങ്കിൽ അവൾ എന്ന് പറയുന്ന ആളാണ് മാങ്ങ കഴിച്ചത് നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് സബ്ജക്റ്റ് ആണ്. മറ്റേ സെന്റൻസിലും കറക്റ്റ് ആണ്, കുഴപ്പമില്ല. പിന്നെ വരുന്നത് മാങ്ങയാണ്. ഓക്കെ, കടി കിട്ടിയ മാങ്ങയാണ് പിന്നീട് വരുന്നത്, അത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇംഗ്ലീഷിൽ പിന്നെ വരുന്നത് വേർബ് ആയിരുന്നു, സോറി എന്തായിരുന്നു, വേർബ് ആയിരുന്നു, ആക്ഷൻ ആയിരുന്നു. പക്ഷെ മലയാളത്തിലേക്ക് വന്നപ്പോഴത്തേനും അത് ഒബ്ജക്റ്റ് ആയി മാറി. ലാസ്റ്റ് ആണ് മലയാളത്തില് വേർബ് പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അവൾ കഴിച്ചു മാങ്ങ നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ, ഇല്ല. അവൾ മാങ്ങ കഴിച്ചു. അവൻ എന്താ പറയാ, ബിരിയാണി കൊടുത്തു. അവൻ കൊടുത്തു ബിരിയാണി എന്ന് നമ്മൾ പറയാറില്ല. മേ ബി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഗ്രാമാറ്റിക്കലി എന്തല്ല, കറക്റ്റ് അല്ല. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താടാ, ഇംഗ്ലീഷിന്റെ സെന്റൻസ് സ്ട്രക്ചർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബേസിക് വേർഡ് ഓർഡർ എന്ന് പറയുന്നത് SVO സ്ട്രക്ചർ ആണ്. അതേ സമയത്ത് മലയാളത്തിൻ്റെത് അതല്ല, SOV സ്ട്രക്ചർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മലയാളികൾക്ക് സ്പെഷ്യലി ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ സംസാരിച്ച് വരുന്ന നമ്മുടെ ഒരു ലാംഗ്വേജ് ഫാമിലിയിലുള്ള ഒരു ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ വ്യത്യാസമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഏകദേശം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അതിനെക്കുറിച്ച് എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. I'll come back with another video. Till then, this is me, Harry, signing off.